കെഞ്ചിറയുടെയും ഒറാട്ടിയുടെയും രാഷ്ട്രീയം വിശപ്പിൻ്റെയും എന്നതാണ് നമ്മളുടെ വിഷയം. ഈ ചർച്ച നയിക്കുന്നത് ആ ഷോർട്ട് ഫിലിമുകളുടെ സംവിധായകൻ തന്നെയായ മനോജ് കാനയാണ്. അദ്ദേഹത്തെ സജീവമായ ഈ ചർച്ചയിലേക്ക് ക്ഷണിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാ ഓഡിയൻസിനെയും ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിനിമ കണ്ടിരുന്നു. അതിനുമുമ്പ് സിനിമയെക്കുറിച്ച് കുറച്ച് ഒരു ഷോർട്ടായിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ എല്ലാവരും കണ്ടിരിക്കില്ല എന്ന് കരുതുന്നു. അപ്പോൾ വയനാടിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു 13-കാരിയുടെ കാഴ്ചപ്പാടിലൂടെ 13 വയസ്സുള്ളൊരു പണിയ കുട്ടിയുടെ കാഴ്ചപ്പാടിലൂടെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ആ സിനിമയിൽ കെഞ്ചിറ എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് നായിക. അവളുടെ ഏറ്റവും വലിയ സ്വപ്നം പഠിച്ച് വലിയൊരു ഉദ്യോഗസ്ഥയായി മാറണം എന്നാണ്. അവളെ അപ്പം കോളനിക്കാരൊക്കെ വളരെ അഭിമാനപൂർവ്വം കാണുന്ന ഒരു പെൺകുട്ടിയാണ്. പക്ഷേ വിശപ്പ് എന്ന് പറയുന്ന വില്ലൻ ആളൊഴിയാത്ത കോളനികളിൽ നിന്ന് ഒഴിഞ്ഞു പോകാത്തൊരു അതിഥിയാവുമ്പോൾ അവളും കൊടകിൽ ഇഞ്ചി കൃഷിക്ക് പണിക്ക് പോകാൻ ഇടയാവുകയും പണിക്ക് കൊണ്ടുപോയ മുതലാളിയാൽ ഗർഭിണിയാക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു 13 വയസ്സുള്ള ആദിവാസി പെൺകുട്ടി അമ്മയാവുകയും അവൾ നേരിടുന്ന ജീവിത പ്രശ്നങ്ങളുമാണ് ആ സിനിമയുടെ കാതൽ. അവളെ കല്യാണം കഴിക്കാൻ തയ്യാറാവുന്ന കണ്ണൻ എന്ന യുവാവിനെ പോക്സോ നിയമപ്രകാരം അറസ്റ്റ് ചെയ്യുന്നു. ഭൂമിയില്ലായ്മ കൊണ്ട് കണ്ണനെ ജയിലിൽ നിന്ന് ഇറക്കാൻ ആരും ഇല്ലാതാവുന്നു. അങ്ങനെ വീണ്ടും അവളെ പിഴപ്പിച്ച മുതലാളിയുടെ സഹായം തേടേണ്ടി വരുന്നതാണ് ഈ സിനിമയുടെ പ്രമേയം. അപ്പോൾ ഒരു ആദിവാസിയുടെ നിസ്സഹായാവസ്ഥ എല്ലാ തരത്തിലും പ്രകടമാക്കുന്നു. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ അവസാനം ആദിവാസി മൂപ്പനെ ഭൂമി ഇല്ലാത്തതിൻ്റെ പേരിൽ അയാളെ കമ്പനിയിലേക്ക് ഒഴുക്കി വിടുകയാണ്, അയാളുടെ ഡെഡ് ബോഡി. അതിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം സാർ എങ്ങനെ വിലയിരുത്തുന്നു? നമസ്കാരം. ഈ വിഷയം തികച്ചൊരു രാഷ്ട്രീയ വിഷയമാണ്. ഇപ്പോൾ വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. ഇതന്നെ മിക്കവാറും ഒഫീഷ്യൽസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വളരെ സങ്കടമുണ്ട്, മഹാബോറാണി സംസാരം. എങ്കിലും ഞാൻ പറയാം. കാരണം ഇതൊരു ഗവൺമെൻറ് പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഇത് മോരും മുതിരയും പോലെയാണ്. ഇവിടെ രാഷ്ട്രീയത്വത്തോളം പറയാമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് രാഷ്ട്രീയമായി തന്നെ അവതരിപ്പിക്കും. ഇത് ഭൂമിയുടെ ഒരു പ്രശ്നമാണിപ്പോൾ ടീച്ചർ പറഞ്ഞത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിൻ്റെ ഒരു പശ്ചാത്തലം ആദ്യം പറയാം. ഞാൻ ഒരു 20-22 വർഷത്തെ എക്സ്പീരിയൻസ് വയനാട്ടിലുണ്ട്. അത് തുടക്കം തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു തെരുവ് നാടകം കളിച്ചിരുന്നു. ഞാൻ കോളേജ് PGക്ക് പഠിക്കുന്ന സമയത്ത്. അപ്പോൾ അത് മഹാരാഷ്ട്രയിൽ ഒരു പ്രദീപ് ദൽവി എന്ന് പറയുന്ന ഒരു നാടക സംവിധായകൻ, അയാൾ ഗോഡ്സെയെ പ്രകീർത്തിച്ചുകൊണ്ടൊരു നാടകം മഹാരാഷ്ട്രയിൽ കളിച്ചു. ഞാനത് പത്രത്തിലൂടെ വായിച്ച വിവരമാണ്. ഗോഡ്സെയെ ന്യായീകരിച്ചുകൊണ്ടുള്ളൊരു നാടകമായിരുന്നു. അതേ സമയത്ത് പയ്യന്നൂർ, എൻ്റെ നാട് പയ്യന്നൂരാണ്. ഞാൻ ജോലി ചെയ്യുന്നത് തിരുവനന്തപുരത്താണെങ്കിലും എൻ്റെ നാട് പയ്യന്നൂരാണ്. പയ്യന്നൂർ ഗോഡ്സെയുടെ കോടതി പ്രസംഗം ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, ഒരു പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. ഒരേ സമയത്താണ്. ഈ ഒരവസ്ഥയിൽ ഇതിനെതിരെ ഒരു നാടകം കളിക്കണം എന്ന് തീരുമാനിച്ച് ഞങ്ങളൊരു 12 പേര് ഒരു തെരുവ് നാടകം ഉണ്ടാക്കി. മഹാരാഷ്ട്രയിൽ കളിച്ച നാടകത്തിൻ്റെ പേര് ഗോഡ്സെ സംസാരിക്കുന്നു എന്നാണ്. ഞങ്ങളുണ്ടാക്കിയ നാടകത്തിൻ്റെ പേര് ഞങ്ങൾ ഇന്ത്യക്കാർ സംസാരിക്കുന്നു എന്നാണ്. അങ്ങനെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കളിച്ചു. പ്രത്യേകിച്ച് വാഹനമോ സൗകര്യങ്ങളോ ഫണ്ടോ ഒന്നുമില്ല. ഓരോ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി കളിക്കും, പാട്ടപ്പിരിവ് നടത്തും, ബസ് സ്റ്റാൻഡിൽ തന്നെ കിടന്നുറങ്ങും, അടുത്ത സ്ഥലത്തേക്ക് പോകും. ഇങ്ങനെ തിരുവനന്തപുരത്ത് എത്തുമ്പോഴത്തേക്കും 12 ആൾ തുടങ്ങിയ നാടകം 5 പേരെ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. പല സ്ഥലത്തും നമ്മളെ ആക്രമിച്ചു, പലരും പേടിച്ച് രക്ഷപ്പെട്ടു. ഇന്നും എൻ്റെ മുന്നിൽ വരാത്ത ഒരു നടനൊക്കെ ഉണ്ട്. അതിനുശേഷം അയാളെ ഞാൻ കണ്ടിട്ടേ ഇല്ല. പേടിച്ചിട്ടാണ്, അത് കുറ്റം പറയാൻ പറ്റില്ല. ആ ഒരു വരവ് നമ്മൾ തിരുവനന്തപുരം കഴിഞ്ഞ ശേഷം നമ്മൾ വയനാട്ടിലേക്ക് ഇറങ്ങി. വയനാട് ബത്തേരി എൻ്റെ ഒരു സുഹൃത്തും എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനുമായിട്ടുള്ളൊരു KK സുരേന്ദ്രൻ മാഷുണ്ട്. ഡയറ്റിലത്തെ ലെക്ചറാണ്. മാഷ് പറഞ്ഞു നമുക്ക് ബത്തേരി നാടകം കളിക്കാം, സൗകര്യം അവർ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ ബത്തേരിക്ക് പുറപ്പെട്ടതാണ്. അപ്പോൾ
നമ്മൾ ആദ്യമായിട്ടാണ് വയനാട്ടിൽ വരുന്നത്. കാശെല്ലാം നോക്കുമ്പോഴത്തേക്ക് വണ്ടിക്കൂലി തികയില്ല. കണ്ടക്ടറോട് പറഞ്ഞു എവിടെ അടുത്ത ടൗണെന്ന് ചോദിച്ചു. അപ്പോൾ തലപ്പുഴ അത്യാവശ്യം മോശമല്ലാത്ത ടൗണാണ്. അപ്പോൾ അവിടെ വരെ ടിക്കറ്റ് എടുത്തു. എന്നിട്ട് അവിടുന്ന് നാടകം കളിച്ച് പാട്ടപ്പിരിവൊക്കെ നടത്തി ബത്തേരിക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. അവിടെ എത്തുമ്പോഴത്തേക്കും ഞങ്ങളുടെ ചെണ്ടയൊക്കെ കുത്തിക്കീറി ഒരു 12 മിനിറ്റ് ആകുമ്പോൾ നാടകം അവസാനിപ്പിക്കേണ്ടി വന്നു. ഞങ്ങളെല്ലാം പിടിച്ച് പോലീസുകാർ സ്റ്റേഷനിൽ കൊണ്ടുവിട്ട് ഇപ്പോൾ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആ യാത്രയാണ് പിന്നീട് നമ്മൾ മുത്തങ്ങയൊക്കെ എത്തി. അങ്ങനെ വയനാടായിട്ട് നമ്മളൊരു ബന്ധം തുടങ്ങുന്നത്. പിന്നെ ടീമിനൊക്കെ തിരിച്ച് നാട്ടിലേക്ക് വിട്ട് ഞാൻ വയനാട്ടിൽ തന്നെ കേന്ദ്രീകരിക്കുന്നത്. മുത്തങ്ങയിലായിരുന്നു ഞാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചത്. അപ്പോൾ അടിസ്ഥാനപരമായി ഭൂമി തന്നെയാണ് ഒരു വിഷയം. ഇപ്പോൾ നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ മുമ്പ് നമ്മൾ നാരിക്കിഴങ്ങൊക്കെ പറിക്കാൻ പോകാറുണ്ടായിരുന്നു. നാരിക്കിഴങ്ങെന്ന് പറയും, നൂറക്കിഴങ്ങെന്ന് പറയും. അപ്പോൾ നമ്മൾ കൂട്ടായിട്ടങ്ങ് പോകും. പോയിട്ട് അത് ഇങ്ങനെ താഴ്ന്നു പോകുന്ന ഒരു നല്ല കിഴങ്ങ് ചവയ്ക്കുന്നതിനനുസരിച്ച് അത് മധുരം കൂടിക്കൂടി വരും. ഭയങ്കര ഫൈബർ കണ്ടൻറ്റുള്ള നല്ല ഭക്ഷണം പുഴുങ്ങി കഴിക്കാൻ. ഇത് പോയി ഒരു പോക്ക് പോയാൽ നമുക്കൊരു 2 ആഴ്ചത്തേക്കൊക്കെയുള്ള കിഴങ്ങ് കിട്ടും. ഇങ്ങനെ ഒരുപാട് അതൊക്കെ പോയി. ഇപ്പോൾ പുതിയ പുതിയ തലമുറക്ക് ആ സാധനം തന്നെ അറിയണമെന്നില്ല. അതുപോലെ വിഭവങ്ങൾ പലതും ശേഖരിക്കുന്നത് മാറ്റി. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആർക്കും വേണ്ടാത്ത ഈ റേഷൻ അതും ആവശ്യത്തിലധികം കിട്ടുന്നു. ഇങ്ങനെയൊക്കെ ഒരുപാട് നേരത്തെ പറഞ്ഞതിൽ നിന്ന് ഞാൻ തുടങ്ങാമെന്ന് വിചാരിച്ചതാണ്. അപ്പം ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. എന്തായാലും അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം അവർക്ക് ഭൂമിയില്ല എന്നുള്ളതാണ്. ഭൂമിയുടെ രാഷ്ട്രീയം തന്നെയാണ് അവരോട് സംസാരിക്കേണ്ടതും ആ പ്രശ്നമാണ് പരിഹരിക്കപ്പെടേണ്ടത്. ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമമൊക്കെ വരുമ്പോൾ യഥാർത്ഥത്തിൽ ആദിവാസികളെ മനുഷ്യരായിട്ടേ പരിഗണിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൽ ആദിവാസികൾ പെടില്ലായിരുന്നു. ഇല്ലെങ്കിൽ ആദിവാസികൾക്ക് അത്യാവശ്യം ഭൂമി കിട്ടിപ്പോയാലും. പിന്നെ മാത്രമല്ല ഈ കുറിച്ച വിഭാഗത്തിനൊക്കെ അത്യാവശ്യം ഭൂമി ഉണ്ടായിരുന്നു. ഇപ്പം ബത്തേരി ഭാഗത്തൊക്കെ ആണെങ്കിൽ ബത്തേരി ചുങ്ക സ്റ്റാൻഡിൽ നിന്ന് ചീര റൂട്ടിലേക്കുള്ള റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള മുഴുവൻ ഭൂമി ആദിവാസി ഭൂമിയായിരുന്നു. സെൻറ് മേരീസ് കോളേജിൻ്റെ ആയിരുന്നു എന്ന് പറയപ്പെടുന്നു. അവിടുന്ന് ഇതും അതെ. ഇത് മുഴുവൻ ക്രിസ്ത്യൻ കുടിയേറ്റക്കാർ ഇവരെ സൂത്രത്തിൽ കൈയടക്കിയതാണ്. എത്രയോ ഏക്കർ ഭൂമിയാണ്. അത് ചീരാൽ ഭാഗത്തേക്ക് വയനാട് ബത്തേരി അറിയുന്നവർക്കത് അറിയാം, ടീച്ചർക്കെല്ലാം പറയായിരിക്കും. ഇങ്ങനെ പല തന്ത്രങ്ങളിലൂടെ ഇവരെ ഭൂമി, അത് മതമായിക്കോട്ടെ. ഇപ്പോൾ വേറൊരു പ്രത്യേകത, ഇപ്പോൾ ഉത്സവം നടക്കുകയാണ് വള്ളിയൂർക്കാവിൽ. വള്ളിയൂർക്കാവിൻ്റെ ആ കുന്നിൻ്റെ മേലെയാണ്, കണ്ടവർക്ക് അറിയാം, കുന്നിൻ്റെ മേലെയാണ് ആ ക്ഷേത്രവും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ താഴെ ചുറ്റും വയലാണ്, മനോഹരമായൊരു ഭൂപ്രദേശമാണ്. ആ ഭൂമി മുഴുവൻ അടിയ വിഭാഗത്തിൽപ്പെട്ട ആദിവാസികളുടേതായിരുന്നു. അത് മുഴുവൻ കട്ടെടുത്തത് അമ്പലക്കാരാണ്. ഇങ്ങനെ ഇവരെ ചൂഷണം ചെയ്യുന്നതിൽ അമ്പലമെന്നോ പള്ളിയെന്നോ ഉള്ള വ്യത്യാസമില്ല. അതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അപ്പം നമ്മൾ ഇപ്പോൾ ക്രിസ്താസ് ആയിക്കോട്ടെ, മറ്റ് ഗവൺമെൻറ്റിൻ്റെ ഏത് ഏജൻസി ആയിക്കോട്ടെ, ഇവർക്ക് എന്തെങ്കിലും സൗജന്യം കൊടുത്ത് ഇവരെ നന്നാക്കി കളയാമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ശുദ്ധമായ വിഡ്ഢിത്തമാണ്. അങ്ങനെ ഒരു സൗജന്യം അല്ല വേണ്ടത്. അവർക്ക് അവരുടെ അവകാശങ്ങളുണ്ട്, അവർക്ക് അവരുടേതായ കരുത്തുണ്ട്. അത് നമ്മൾ അംഗീകരിക്കുകയും അവരുടെ അവകാശങ്ങളും അംഗീകരിച്ചു കൊടുക്കുക മാത്രമാണ് വേണ്ടത്. അല്ലാതെ ഈ സൗജന്യം കൊണ്ട് ഒരു കാലത്തും. പിന്നെ കുറേ സന്നദ്ധ സംഘടനകളുണ്ട് വയനാട്ടിൽ. എനിക്കിപ്പോഴും ഓർമ്മ, ഞാനൊക്കെ കമ്പളക്കാട് ഭാഗത്ത് എത്തുമ്പോൾ ആദ്യം ഉറാട്ടി പറഞ്ഞ നാടകമാണ്, അതിലേക്ക് വരാം. അവിടെ ഒരു സന്നദ്ധ സംഘടനയുടെ പേര് ഞാൻ പറയുന്നില്ല. അവർ വൈക്കോല് മേഞ്ഞിട്ടുള്ളൊരു ഓഫീസായിരുന്നു. വൈക്കോല് കൊണ്ട് മേഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു കുടിൽ പോലുള്ളൊരു ഓഫീസാണ്. ഞാൻ കഴിഞ്ഞ വർഷം അവിടെ ഒരു പരിപാടിക്ക്, ഞാൻ ചലച്ചിത്ര അക്കാദമി മെമ്പറും കൂടിയാണ്. അപ്പോൾ അക്കാദമിയുടെ ഒരു പരിപാടിൻ്റെ ഭാഗമായിട്ട് ഒരു പരിപാടിക്ക് പോയ സമയത്ത് അവിടെ വെച്ചിട്ടാണ് നടത്തിയത്. ആ സംഗതി എത്രയോ ഏക്കർ വിസ്താരത്തിലുള്ള ഭൂമിയും ബഹുനില കെട്ടിടങ്ങളും ഒരുപാട് ഓഫീസേഴ്സും സ്റ്റാഫും വളണ്ടിയേഴ്സും ഒക്കെയുള്ള ഒരു വലിയ സ്ഥാപനമായിട്ടത് മാറി. ഞാൻ ആദ്യം പോകുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ വൈക്കോല് മേഞ്ഞിട്ടുള്ള ഒരു ഓഫീസായിരുന്നു. ഇത് മുഴുവൻ ആദിവാസികളെ നന്നാക്കിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ തമാശ. ആദിവാസി സ്ത്രീകളെ ടൈലറിങ് പഠിപ്പിക്കുക. ഒരാളും ടൈലറിങ് പഠിച്ചിട്ടില്ല. എത്രയോ ബാച്ചുകളെ അവർ കടലാസിൽ ടൈലറിങ് പഠിപ്പിച്ചു വിട്ടു. ഇങ്ങനെ ഞാൻ ഏതെങ്കിലും ഒന്നിൻ്റെ കാര്യമല്ല പറയുന്നത്. ഇതൊക്കെയാണ് പാലക്കാടായാലും തന്നെയാണ് സ്ഥിതി.
പല സ്ഥലത്തും ഇത്തരത്തിലുള്ള സന്നദ്ധ സംഘടനകൾ വളർന്നു വന്നു എന്നല്ലാതെ ആദിവാസി മേഖലയിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. കാരണം അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിലൊരു പൊളിറ്റിക്സ് ഇല്ലാത്തത് കൊണ്ടാണ്. അവർക്ക് അവരുടെ കാര്യമാണ്, അല്ലാതെ ആദിവാസി ഇങ്ങനെ തന്നെ നിലനിൽക്കലാണ് ഇവർക്ക് പുതിയ പുതിയ പ്രൊജക്റ്റുകൾ ഉണ്ടാക്കാൻ സൗകര്യം. ആദിവാസി നന്നായി പോയാൽ പിന്നെ ഈ പ്രൊജക്റ്റുകൾക്ക് പ്രസക്തി ഇല്ലാതെ വരും. ഇതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ ഈ എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഇപ്പം നമ്മൾ മുത്തങ്ങയിലുണ്ടാകുമ്പോൾ അവിടെ അന്ന് മുഖ്യമന്ത്രി ശ്രീമാൻ ആൻ്റണി ആയിരുന്നു. AK ആൻ്റണി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഈ ലാഭകരമല്ലാത്ത സ്കൂളുകളൊക്കെ അടച്ചുപൂട്ടാൻ വേണ്ടിയുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ മുത്തങ്ങ LP സ്കൂൾ പെട്ടിരുന്നു. അതിൽ അങ്ങനെ കുട്ടികളെ എണ്ണം നോക്കി ലാഭം നഷ്ടം നോക്കുകയാണെങ്കിൽ നഷ്ടം എന്ന് പറയാം. കാരണം ഒരു ദിവസം ഒരു 4-5 കുട്ടികളൊക്കെ അറ്റൻഡൻസ് ഉണ്ടാവും. അത് നൂൽപ്പുഴ പഞ്ചായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഈ മുത്തങ്ങ ഭാഗത്ത് അടിയയും കുറിച്യരും ഒഴികെ ബാക്കി എല്ലാ ആദിവാസി വിഭാഗങ്ങളും ഈ പഞ്ചായത്തിലുണ്ട്. എല്ലാ വിഭാഗങ്ങളുണ്ട്. നായ്ക്കരുണ്ട്, ഊരാളികളുണ്ട്, പണിയരുണ്ട്, മുള്ളക്കുറുമനുണ്ട്, ഇങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ ഒരു ക്ലാസ്സിലേക്ക് കുട്ടികൾ കോളനിയിൽ ജീവിക്കുന്ന സമയത്ത് സ്കൂളിലേക്ക് വരുന്നതിന് മുമ്പുള്ള സമയം ഇവരെ കമ്മ്യൂണിക്കേഷൻ ഈ കുടുംബക്കാരുമായിട്ട് മാത്രമാണ്. അതിപ്പോൾ പണിയനാണെങ്കിൽ പണിയ ഭാഷയെ അവർക്ക് അറിയും. മലയാളം പോലും കുട്ടികൾക്ക് കൃത്യമായിട്ട് അറിയില്ല. അതുകൊണ്ട് സ്കൂളിലേക്ക് പോയാൽ ഒരു ബെഞ്ചിൽ പണിയ കുട്ടിയായിരിക്കും, എല്ലാ കുട്ടികളും പണിയന്മാരായിരിക്കും. ഇപ്പോഴത്തെ ഊരാളിയാണെങ്കിൽ ഊരാളികൾ മാത്രമേ ഇരിക്കൂ. അങ്ങനെയാണ് അതിൻ്റെ. പിന്നെ കുറച്ച് കുടിയേറ്റ മുസ്ലിം അങ്ങനെയുള്ള ചില കുട്ടികളുണ്ടാവും, ബാക്കിയല്ല. അപ്പോൾ ഒരു പണിയനും ഒരു ഊരാളി ഒരു നായ്ക്കനും വന്നില്ലെങ്കിൽ ആ ക്ലാസ്സിൽ കുട്ടികളെ ഉണ്ടാവില്ല. വരുമ്പോൾ ഒന്നിച്ച് വരും, ഇല്ലെങ്കിൽ ആരും വരില്ല. ഇതൊക്കെയാണ് അവിടുത്തെ യഥാർത്ഥത്തിൽ ആ സ്കൂളിൻ്റെ ഇത് കുറയാനുണ്ടായ കാരണം. അപ്പോൾ അത് അടച്ചുപൂട്ടാൻ തീരുമാനിച്ചപ്പോൾ നമ്മൾ അവിടെ ഒരു ചെറിയ തെരുവ് നാടൊക്കെ ഉണ്ടാക്കി നമ്മളെല്ലാ കോളനിയിലും കളിച്ച് പിന്നെ നല്ല രീതിയിൽ കുട്ടികളെ നമ്മൾ തന്നെ സ്കൂൾ തുറക്കുമ്പോൾ സ്കൂളിലെത്തിച്ച് ഒക്കെ ചെയ്ത് ഇപ്പം അത് ഒരു ഫുൾ സ്ട്രെങ്ത്തിൽ പോകുന്ന സ്കൂളാണ്. സ്കൂളിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ സിനിമയിൽ നമ്മുടെ കെഞ്ചീരയുടെ ആങ്ങള, അതായത് ചൊക്കരൻ എന്ന് പറയുന്ന ചെറിയ കുട്ടി സ്കൂളിൽ പോകാത്തപ്പം അധ്യാപകർ വന്ന് പറയുന്ന ഒരു കമൻ്റ് ഉണ്ട്. അതായത് ഇവറ്റകളൊന്നും സ്കൂളിൽ പോവില്ല എന്ന്. പിന്നെ കെഞ്ചിറ പട്ടിണി കൊണ്ട് ഒരു കടയിൽ പോയി അരി വാങ്ങാൻ തുടങ്ങുമ്പോൾ പൈസ ഇല്ലാത്തത് കൊണ്ട് കൊടുക്കാതെ പോകുന്നു. ഇവറ്റകളൊന്നും പൈസ തരില്ല എന്ന്. പൊതുസമൂഹത്തിൻ്റെ കാഴ്ചപ്പാടായിരിക്കാം അത്. ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു വിവാദവുമായി ബന്ധപ്പെട്ട്, അതായത് കറുത്ത നിറമുള്ളവർ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് എന്നതിനോട് സാറിന് യോജിക്കാൻ കഴിയുന്നുണ്ടോ? അത് വലിയ യാഥാർത്ഥ്യമാണ്. ഈ പൊതുസമൂഹം അവരുടെ സംസാര രീതി തന്നെ വ്യത്യസ്തമാണ്. ചാമ ഇങ്ങോടാ ഒരു തരം അധികാരം നമ്മളാരെങ്കിലും അങ്ങനെ വിളിക്കുമോ? വേറെ ആരെങ്കിലും ഇപ്പോൾ ഞാനിപ്പോൾ മഞ്ജുഷ ഒന്നിങ്ങ് വന്നേന്നല്ലേ പറയുക, മഞ്ജുഷ ഇങ്ങ് വാ, ഒരു തരം അധികാരമാണ് അത്. രാഷ്ട്രീയ വ്യത്യാസമില്ല, മതവ്യത്യാസമില്ല, ഒരു വ്യത്യാസമില്ല. ഇങ്ങനെ ഒരു തരം അപ്രമാദിത്വത്തിൻ്റെ രീതിയാണ് ഈ ഇടപെടലിൽ പോലും. എല്ലാ ആളുകളും നിങ്ങൾ സൂക്ഷ്മമായി നോക്കിയാൽ മനസ്സിലാവും. ടീച്ചേഴ്സ് പോലും. യഥാർത്ഥത്തിൽ എനിക്ക് ഇതിൽ പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അധ്യാപനം എന്ന് പറഞ്ഞാൽ മേഡം ടീച്ചർ കൂടി ആയതുകൊണ്ടാണ് പറയുന്നത്, അധ്യാപനം യഥാർത്ഥത്തിൽ അത് ഇന്ന് വെറും ഒരു തൊഴിൽ മാത്രമാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ മൂല്യത്തകർച്ച. ശരിക്കും അധ്യാപകർ പോലും തീരെ ഗൗരവമില്ലാതെയാണ് ഈ മേഖലയെ കാണുന്നത്, പ്രത്യേകിച്ച് ട്രൈബൽ. എനിക്കൊക്കെ ഒരുപാട് അനുഭവം കണ്ടു. കുട്ടികൾ സ്കൂളിൽ പോകാതിരിക്കുമ്പോൾ നമ്മളുമായിട്ട് വളരെ അടുത്ത ബന്ധവും സൗഹൃദമൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടിയോട് 9ാം ക്ലാസ്സിലും 10ന്നൊക്കെ പഠിപ്പ് നിർത്തിയ കുട്ടികളുണ്ട്. അവരോടൊക്കെ നമ്മൾ വളരെ സ്നേഹത്തോടെ ചോദിക്കുമ്പോൾ സ്കൂളിൽ നിന്നൊക്കെ അവർ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് അധ്യാപകരിൽ നിന്ന് തികഞ്ഞ വിവേചനമാണ് ഈ കുട്ടികളോട് കാണിക്കുക. അപ്പോൾ ഏകദേശം ഒരു 5ാം ക്ലാസ് വരെയൊന്നും കുട്ടികൾക്ക് അത് അങ്ങനെ ഫീൽ ചെയ്യണമെന്നില്ല. ചിലപ്പോൾ അവരൊരു പിന്നീട് ഇവർക്ക് ഭയങ്കരമായ കോംപ്ലക്സാണ് ഉണ്ടാകുന്നത്. അത് വലിയ പട്ടിണീനേക്കാളും പ്രശ്നമാണത്. നമ്മുടെ ഒരു മാനസികമായിട്ടുള്ള ഈ പ്രശ്നം വളരെ വലുതാണ്. അതുപോലെ ഈ പറഞ്ഞ ഈ പെരുമാറ്റത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ഇടപെടൽ ഇങ്ങനെ തന്നെയാണ്. ഇവർ നന്നാവില്ല, അതുപോലെ ഇവർ മേടിച്ചാൽ കൊടുക്കൂല, ഒരു പൊതുധാരണ പോലെയാണ് ഇവരങ്ങനെയാണ് കാണുക. പക്ഷേ അതിൽ തന്നെ ഇതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് അതിലത്തെ ഒരു ക്യാരക്ടർ, ഒരു ബാബു എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്താണ്. അവൻ ഉറാട്ടിയിലും വേഷം ചെയ്തൊരു നാടകക്കാരനാണ്. നമ്മൾ ട്രെയിൻ ചെയ്ത് എഴുതാനും വായിക്കാനൊക്കെ പഠിപ്പിച്ചു കൊണ്ടുവന്നത്. ബാബു ചെയ്തൊരു ക്യാരക്ടറുണ്ട്. ഈ കടയിൽ നിന്ന് ഈ കുട്ടീനെ മൊത്തം ഇൻസൾട്ട് ചെയ്യാണ്. അപ്പോൾ ചീട്ട് കളിക്കുന്ന കാർഡ് കളിയുണ്ടല്ലോ, കളിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, ഈ കടക്കാരനുണ്ട്. ഈ ചീട്ട് കളിക്കുന്ന ആൾക്കാരെല്ലാം ഈ കടക്കാരനെ ഇൻസൾട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇത്രയും കാലമായിട്ട് മനസ്സിലായിട്ട് ഇവർ മേടിച്ചാൽ തരൂല, നീ പിന്നെ അങ്ങനെ സാധനം കൊടുത്ത് അനുഭവിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതിനിടയിൽ ഈ ബാബുവിൻ്റെ ക്യാരക്ടർ ഇരിക്കുന്നുണ്ട്, ചാമൻ. ഇത് ആകപ്പാടെ വല്ലാത്ത മനോവിഷമം, ഒന്നും പറയാനും പറ്റില്ല. എന്നാലും ഒരു
പഴത്തൊലി ചവിട്ടി വീണതുപോലെയുള്ളൊരു ചിരിയൊക്കെ ചിരിച്ച് അവരങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ വൈകുന്നേരം ഈ ക്യാരക്ടർ ഫുൾ ചാരായി അടിച്ച് ഈ കോളനിയിൽ പോയി ഈ കെഞ്ചിരേനെ വിളിച്ച് മുറ്റത്തേക്ക്, അപ്പോൾ അവളൊരു മണ്ണെണ്ണ വിളക്കുമായിട്ട് വരികയാണ്. ആ സീൻ ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. ബാബു ചോദിക്കുന്നുണ്ട്, നീ എങ്ങനെയാ കടക്കാരനെ പറ്റിച്ചത്? നീ എങ്ങനെ പോയി? അത് ശരിയല്ലല്ലോ. നമ്മളൊക്കെ പണ്ട് വിശപ്പുണ്ടാകുമ്പം പുഴയിലെ വെള്ളം കോരിക്കൊണ്ടുവന്ന് തിളപ്പിച്ച് ഊതി ഊതി കുടിക്കും. നീ നോക്ക്, പിന്നെ നമ്മളെ കൂട്ടത്തിൽ ഒരാളും പിച്ച തണ്ടുന്നവരില്ല. നീ കൽപ്പറ്റ ബസ് സ്റ്റാൻഡിൽ പോയി നോക്ക്, മാനന്തവാടി പോയി നോക്ക്, റെയിൽവേ സ്റ്റേഷനിൽ നോക്ക്, എത്ര തെണ്ടികളുണ്ട്. അതിലൊരുത്തനും ആദിവാസി ഉണ്ടാവില്ല. അപ്പോൾ അത്ര അഭിമാനികളാണ് നമ്മൾ എന്നാണ് ഈ ബാബുവിൻ്റെ ക്യാരക്ടർ ഈ കെഞ്ചിരിയോട് പറഞ്ഞ് ബോധ്യമാക്കുന്നത്. അത് സത്യമാണ്. ഒരു ഈ പിച്ച തണ്ടുന്ന കൂട്ടത്തിലും ആദിവാസി ഉണ്ടാവില്ല. നമ്മളത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അവർ പട്ടിണി അടക്കം ചിലപ്പോൾ 2-3 ദിവസമൊക്കെ കിടക്കും. പക്ഷെ എന്നാൽ അവരൊരാളോട് ഇങ്ങനെ എന്താ പറയുക, പിച്ച തണ്ടി ജീവിക്കുന്നവരല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ പൊതുസമൂഹം ഇവരെ ഈ രീതിയിലാണ് കാണുന്നത്. അത് അവരുടെ ജീവിത സാഹചര്യം, പലപ്പോഴും പല പ്രശ്നങ്ങളുണ്ട്. അത് വളരെ ചെറിയ കാര്യമല്ല, വളരെ സങ്കീർണമായിട്ടുള്ള ഒരു കാര്യമാണ്. അവർക്ക് ഭൂമി കൊടുത്താൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്ന് സാർ കരുതുന്നുണ്ടോ? എല്ലാവിധ പ്രശ്നങ്ങളും? തീർച്ചയായും. ഭൂമി ഒരു കൾച്ചറൽ റവല്യൂഷൻ്റെ ശരിക്ക് തുടക്കം ഭൂമിയിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേരളം ഇത്ര കണ്ട് മാറിയതിൻ്റെ പിന്നിലത്തെ ഒരു പ്രധാനപ്പെട്ട ഘടകം എല്ലാ പാവങ്ങൾക്കും ഭൂമി കിട്ടിയെന്നുള്ളതാണ്. ഭൂപരിഷ്കരണ നിയമം അതിൻ്റെ ഒരു അടിസ്ഥാനമാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള, ഈവൻ ബംഗാളിൽ പോലും ഇത്തരത്തിലുള്ളൊരു ഡെവലപ്മെൻറ്റ് ഇല്ലാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പോഴും അവിടുത്തെ ഈ ഭൂമിയുടെ സംവിധാനത്തിൻ്റെ പ്രശ്നമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വയനാട്ടിൽ തന്നെ നിങ്ങളൊരു ലൈഫിൻ്റെ വീട് കൊടുത്തു. വീടല്ല അവർക്ക് ആവശ്യം. വീട് അവരവർക്ക് വേണ്ടുന്ന വീട്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ, ബാക്കിയെല്ലാം തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞു, എനിക്ക് ആവശ്യമുള്ളൊരു വീട് ഞാൻ ഉണ്ടാക്കണം. അതാണ് അതിൻ്റെ. അപ്പോൾ എൻ്റെ സൗകര്യത്തിനും എൻ്റെ കയ്യിലെ പൈസക്കൊക്കെ കണക്കായി ഞാനൊരു ചെറിയ സംവിധാനം ഉണ്ടാക്കും. അതിനോടൊരു ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും. ഇത് പലപ്പോഴും ഇപ്പോഴും നടക്കുന്നത്, ഇപ്പോൾ മുമ്പെല്ലാം കോൺട്രാക്ടർമാർക്ക് കരാറ് കൊടുക്കാൻ ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഇവർക്കൊക്കെ അധികാരമുണ്ട്. അത് പിന്നീട് അത് മാറ്റി. കാരണം പല വീടുകളും പേരിന് മാത്രം എടുക്കും. ഒരു 5 കൊല്ലം കഴിയുമ്പോൾ അതെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്ന സംവിധാനം ഉണ്ടായി. അതിനുശേഷം എന്താക്കി വെച്ചാൽ ആരാണോ ഗുണഭോക്താവ് അയാൾക്ക് തന്നെ പിന്നെ വീടിൻ്റെ പൈസ കൊടുക്കുക, ഓരോ ഘട്ടത്തിൽ കൊടുക്കുക എന്നൊക്കെയുള്ള സംവിധാനം. പക്ഷേ ഇപ്പോഴും എന്താ സംഭവിക്കുന്നത്? കരാറാണ്. തറപ്പണി തീരുമ്പം അതിൻ്റെ കോൺട്രാക്ട് നേരെ ഇവരെ കോളനിയിൽ പോവും. അവൻ ഈ ബൈക്കിൻ്റെ ബാക്കിലിരുത്തും അല്ലെ കാറിലിരുത്തും, നേരെ ബാങ്ക് കൊണ്ടുപോകും, അവനെ കൊണ്ട് ഷുവർക്കും പൈസ ഇയാളുവാകും. ഇതാണ് ഇപ്പോഴും നടക്കുന്നത്. ആ വീടിനോട് പോലും ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവില്ല. നേരെ മറിച്ച് നിങ്ങളൊരു നല്ലൊരു കൃഷിഭൂമി കൊടുത്തു നോക്ക്. അവരവിടെ കൃഷി ചെയ്യും, അവർക്ക് ആവശ്യമായ കുടിൽ അവർ കെട്ടും, പിന്നെ കുറച്ചുകൂടെ സൗകര്യമാകുമ്പോൾ കുറച്ചുകൂടെ നല്ല, അങ്ങനെ അവർ മാറ്റി അവരുടെ ആവശ്യമാണ് ശരിക്ക് പ്രധാനം. അവർക്കെല്ലാം കൃഷി ചെയ്യാൻ അറിയുന്നവരാണ്. അവർക്ക് കൃഷിഭൂമിയാണ് വേണ്ടതെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഭൂമി കൊടുത്താലും അവരുടെ ഈ കസ്റ്റമറി റൂൾസും നമ്മുടെ സിവിക് സൊസൈറ്റിയുടെ ഇപ്പോൾ ഡെമോക്രാറ്റിക് ഗവൺമെൻറ് റൂൾസും തമ്മിൽ പൊരുത്തപ്പെടാൻ, അല്ലെങ്കിൽ എന്താണ് ശരി, ഞങ്ങൾ ചെയ്യുന്നതാണോ ശരി അല്ലെങ്കിൽ തെറ്റ് എന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അവരുടെ ഊരിൻ്റെ ഉള്ളിലുള്ള റൂൾസാണ് അവർക്ക് റൂൾസായിട്ട് തോന്നുന്നത്. അതിൻ പ്രകാരമാണ് കണ്ണനെ പോക്സോ നിയമപ്രകാരം അറസ്റ്റ് ചെയ്യുന്നത്. ഇത് ഒരു വലിയൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ മിക്കവാറും ആദിവാസി കോളനികളിൽ സംഭവിക്കുന്നുണ്ട്. അത് അവർക്ക് എങ്ങനെ, ഈ 2 ബൈനറികളെയും കൂട്ടിമുട്ടിക്കാൻ അവർക്ക് എങ്ങനെ കഴിയും? ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഇന്നിപ്പോൾ നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കേണ്ട ഒരാൾ വിനൂഷയാണ്, നായിക. അതായത് കെഞ്ചിരയിൽ, അവളിപ്പോൾ എല്ലാവരും കെഞ്ചിരാന്നാണ് വിളിക്കുക, കെഞ്ചിരയായിട്ട് അഭിനയിച്ച കുട്ടിയാണ്. ഞാനിപ്പോഴും ഓർക്കുന്നു കെഞ്ചിര ഇന്ത്യൻ പനോരമയിലെ നമ്പർ 1 ആയിട്ട് സെലക്ട് ചെയ്യപ്പെട്ട പടമായിരുന്നു. നാഷണൽ അവാർഡ് ഉണ്ടായിരുന്നു അതിന്. അപ്പോൾ ഗോവൻ ഫെസ്റ്റിവലിൽ നമ്മുടെ ഈ കെഞ്ചിര പ്രദർശിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ആൾക്കാരെ കൂട്ടിയിട്ട് കൊണ്ടുപോയിരുന്നു. അപ്പോൾ കെഞ്ചിരയുടെ ഒന്നിച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വിദേശത്ത് നടക്കുള്ള വലിയ, ഞാനൊക്കെ ഇങ്ങനെ ആരാധിക്കുന്ന ഡയറക്ടേഴ്സ് അടക്കം ക്യൂ നിൽക്കുകയാണ് ഇങ്ങനെ ഈ കുട്ടീൻ്റെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇന്നിപ്പോൾ ഈ കുട്ടീനെ ഞാൻ ഇവിടെ കൊണ്ടുവരാൻ നോക്കിയിട്ട് നടന്നില്ല. ഇഷ്ടമല്ലാത്തതല്ല അതിൻ്റെ സംഗതി. അവൾ അന്ന് യഥാർത്ഥത്തിൽ 9ാം ക്ലാസ് തന്നെയായിരുന്നു അവൾ പഠിക്കുന്നുണ്ടായത്. നമ്മൾ സിനിമേൻ്റെ ഷൂട്ടിങ് ദ്വാരകയിലായിരുന്നു അവളുടെ വീട്. കുറച്ച് നാൾ കഴിഞ്ഞ് ഫെസ്റ്റിവലൊക്കെ കഴിഞ്ഞ് IFFK തിരുവനന്തപുരത്തൊക്കെ കഴിഞ്ഞ്
ഞാനൊരു ദിവസം കോളനിയിൽ പോയപ്പോൾ ഇവളൊക്കെ മറ്റ് ഞാൻ പോകുന്നുണ്ടെങ്കിൽ അവൾ ഓടി വരും. നമ്മളെ ഞാൻ സ്ഥിരമായി ഇരിക്കുന്ന ഒരു ദൈവപ്പര എന്ന് പറഞ്ഞ പോലത്തെ ഒരു ഇതുണ്ട്, അവിടെ ഇരിക്കുക, ഓടി വരും. അവളെ കാണുന്നില്ല. അപ്പോൾ നമ്മളെല്ലാവരും കെഞ്ചിര തന്നെ വിളിക്കൽ. കെഞ്ചിര എവിടെ പോയി എന്ന് വെച്ചപ്പോൾ ഇവരെല്ലാവരും കൂടെ ഒരു അസ്വസ്ഥത. അവളൊരു പയ്യൻ്റെ കൂടെ പോയി. അപ്പോൾ പിന്നെ അത് എവിടെയാണെന്ന് അന്വേഷിച്ച്, പിന്നെ അതൊരു വലിയ പ്രശ്നമാണല്ലോ. അപ്പോൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി ഇങ്ങനെ ഇന്ന സ്ഥലത്താണെന്ന്. പോയി കണ്ടു, സംസാരിച്ചു. അവർക്കത് തെറ്റാണെന്നറിയില്ല. ഇപ്പോഴും കണ്ണൂർ സെൻട്രൽ ജയിലിലുണ്ട് പല ജയിലുകളിലും ഇങ്ങനെ പ്രായപൂർത്തിയാവാതെ കല്യാണം നടന്ന വകയിൽ ജയിലിൽ നിൽക്കുന്ന ചെറുപ്പക്കാർ ഒരുപാടുണ്ട്. എൻ്റെ സിനിമയിൽ തന്നെ ഞാനൊരു ഡയലോഗ് പറയുന്നുണ്ട്. കെഞ്ചിരയെ കല്യാണം കഴിക്കുന്നത് വേറൊരു കണ്ണെന്ന് പറഞ്ഞാൽ ആ കോളനിയിലുള്ള ഒരു പ്രസവിച്ചതിന് ശേഷം കെട്ടുന്നത്. അപ്പോൾ പോലീസ് എന്നിട്ട് ഇവനെ അറസ്റ്റ് ചെയ്യാൻ വന്നു. ഈ പത്രോസ് മുതലാളി 9ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ കഞ്ഞി വെക്കാന്ന് പറഞ്ഞ് കൊടകിൽ കൊണ്ടുപോയി ഗർഭിണിയാക്കി പ്രസവിപ്പിച്ചിട്ട് അതിൽ തെറ്റില്ല. ഈ കണ്ണൻ ആ കുട്ടീനെ രക്ഷിക്കാൻ വേണ്ടി ആ കോളനിയിലുള്ളൊരു ചെറുപ്പക്കാരനാണ്, അവളെ കല്യാണം കഴിക്കുകയാണ്. എന്നിട്ട് അവനെ ഈ പോക്സോ പ്രകാരം അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസ് വന്നിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക. അപ്പോൾ അവൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ചെറിയതായ പ്രായമായില്ലെങ്കിൽ അവളൊരു പുള്ളൻ്റെ അമ്മയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് പോലീസുകാർക്ക് ഉത്തരവില്ല. അപ്പോൾ ഇതാണ് അവസ്ഥ. നമ്മുടെ ഈ പൊതുസമൂഹം അല്ലെങ്കിൽ നമ്മുടെ രാജ്യം എന്താണെന്നും അതിൻ്റെ നിയമ സംവിധാനം എന്താണെന്നും ഒന്നും ഇന്ന് വരെ അവർക്ക് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടില്ല. ഒരു നിയമം നടപ്പിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ നിയമത്തെക്കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് ആദ്യം ഉണ്ടാക്കി കൊടുക്കണം. എന്നാലല്ലേ അതിൻ്റെ ഗുണദോഷങ്ങൾ മനസ്സിലാവും. ഇത് നേരെ പിടിച്ച് ഇപ്പോഴും ജയിലിൽ കിടക്കുന്ന പലർക്കും ഇതിൻ്റെ കാരണം അറിയില്ല. കുറേ ആൾക്കാരുണ്ട്, ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അവരെ വീട്ടിലത്തെ ഈ കല്യാണം കഴിച്ച പെൺകുട്ടിക്ക് അറിയില്ല, അവരച്ഛനറിയില്ല, അവരെ സിസ്റ്റം അങ്ങനെയല്ല. അവരെ ഇപ്പോൾ പലപ്പോഴും ഭയങ്കര രസകരമായൊരു സംഗതി പറഞ്ഞാൽ, ഈ പൊൻകുഴിക്കിപ്പുറത്തൊരു ട്രൈബൽ ഒരു ആരാധന കേന്ദ്രമുണ്ട്. പൊൻകുഴിക്ക് ഇപ്പുറം മുത്തങ്ങക്ക് അപ്പുറമായിട്ടൊരു ക്ഷേത്രത്തിലൊരു ഉത്സവത്തിന് ഈ ആദിവാസികൾ മൊത്തം പല ഭാഗത്തുനിന്ന് വരും. ഇവർ ഓരോ സ്ഥലത്ത് തീയൊക്കെ കൂട്ടി അവരവരെ ഗ്രൂപ്പുകൾ അവിടെ ഇരിക്കും. ഈ ക്ഷേത്രത്തിൽ കുറച്ച് മാറിയിട്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഇവർ രാത്രിയാകുമ്പോൾ കുറച്ച് കള്ളൊക്കെ കുടിച്ച് ഡാൻസൊക്കെ ചെയ്ത് അങ്ങനെ ഒരു രീതിയാണ്, പണ്ട് മുതലേ അങ്ങനെയാണ്. പലപ്പോഴും ഇതൊക്കെ കഴിഞ്ഞൊരു പാതിരാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് ചില ആളുകളെല്ലാം മിസ്സിങ് ആവും. അവർ പ്രേമിച്ച് നേരെ കാട്ടിലേക്ക് പോകണം. ഒരാഴ്ചക്ക് കഴിഞ്ഞപ്പോൾ തിരിച്ചു വരും. വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഈ തെരണ്ട് കല്യാണം നിർബന്ധമാണ്. തെരണ്ട് കല്യാണം കഴിയാതെ കല്യാണം കഴിക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ കല്യാണം ഔദ്യോഗികമായിട്ട് നടക്കില്ല. കാരണം ഈ തെരണ്ട് കല്യാണം നടത്തുന്ന കുറച്ച് പൈസ ചിലവൊക്കെ ഉണ്ട്. അപ്പോൾ ഔദ്യോഗികമായിട്ടല്ലെങ്കിലും അനൗദ്യോഗികമായിട്ട് അവർ ഒന്നിച്ച് തന്നെ കഴിയും. പക്ഷേ എപ്പോഴാണോ അവർ തെരണ്ട് കല്യാണം കഴിക്കുന്നത് അതും തൊട്ടടുത്ത ദിവസം കല്യാണമാക്കിയിട്ട് അവരെ രീതി അങ്ങനെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രീയമായ രീതി ഈ ഋതുമതി ആവുക എന്നുള്ളതാണ്. അതാണല്ലോ ശാസ്ത്രീയമായ അതിൻ്റെ രീതി. അങ്ങനെ തന്നെയല്ലേ, നമ്മളല്ലേ അതിന് പ്രായം ഉയർത്തി കൊണ്ടുവരുന്നത്. അവരുടെ രീതി അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിൽ വിവാഹിതരാവാം എന്നുള്ളതാണ് അവരുടെ. അപ്പോൾ ആ രീതിയല്ല, ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, ഇന്നതാണ് അതിൻ്റെ ദോഷം, ഇന്നതാണ് അതിൻ്റെ ഗുണം എന്നൊക്കെയുള്ളത് ആദ്യം അവരെ ബോധ്യപ്പെടുത്താൻ നമ്മുടെ ഭരണകൂടത്തിന് സാധിക്കണം. അതില്ലാതെ നേരെ ഇവരെ പിടിച്ചു കൊണ്ടുപോയിട്ട് അങ്ങ് ജയിലിലിടുകയാണ്. ആരും ഇറക്കാനും ഇല്ല, ഇറക്കാനില്ലാത്തതുകൊണ്ട് അവരവിടെ തന്നെ കിടക്കും. അപ്പോൾ ഈ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ ഈ പൊതു സമൂഹം ശീലിക്കുന്നതും. നേരെ വേറൊരു കാര്യം കൂടെ പറഞ്ഞാൽ, പലപ്പോഴും ഞാനിപ്പോൾ ഒരു പണിയെടുത്ത് ഒരു 5 കിലോ അരിയും വാങ്ങി പോകുമ്പോൾ ഒരാൾ ചോദിച്ചാൽ എന്താടാ അത് അരി, കുറച്ച് എനിക്ക് തരുമോ എന്ന് ചോദിച്ചാൽ അപ്പം തന്നെ അതിന് കുറച്ച് കൊടുക്കും. അങ്ങനെ പലരും ചോദിക്കും. ഈ വാങ്ങിയ ആളെ വീട്ടിലേക്ക് കുടിലേക്ക് എത്തുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഒരു തരം വെക്കേണ്ട അരിയേ ഉണ്ടാവും. അതുകൊണ്ട് അതിന് അവർക്ക് വിഷമമില്ല. ഇപ്പോൾ 500 രൂപ കൂലി കിട്ടിയാൽ 100 രൂപ കടന്നോട്ടെ എന്ന് ചോദിച്ചാൽ 100 രൂപ കൊടുക്കും. എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത്. പക്ഷേ നമ്മളാ കൊടുക്കുന്നത് എന്ത് ചെയ്യുക, ഇതെപ്പോൾ തരുന്നീ, നാളെ വൈകുന്നേരം തരാം. നാളെ വൈകുന്നേരം 5 മണിയാണെങ്കിൽ 5 മണി 4:45 നമ്മൾ അവനെ വിളിക്കും ഈ 100 രൂപ തിരിച്ചു വാങ്ങാൻ. പക്ഷെ ഇവരാരും അങ്ങോട്ട് ചോദിക്കില്ല. അങ്ങനൊരു ഭയങ്കരമായ ഒരു ബന്ധവും സൗഹൃദവും സ്നേഹവും ഒരു നിസ്വാർത്ഥതയും ഒക്കെ ഇന്നും പുലർത്തുന്നവരാണ് ആദിവാസികൾ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് പൊതുസമൂഹത്തിൻ്റെ പല നിയമങ്ങളും അവർക്ക് ബാധകമല്ല. അവർക്കറിയില്ല അത്. അപ്പോൾ ആ സിസ്റ്റത്തിലേക്ക് അവർ വന്നിട്ടില്ല. പിന്നെ പൊതുസമൂഹമായിട്ട് അവർക്ക് ഇടപഴകാൻ പലപ്പോഴും സാധിക്കുന്നില്ല. കാരണം പൊതുസമൂഹം 1, 2, 3 പടി മേലെ നിന്നുകൊണ്ട് ഇവരോട് ഒരു തരം ആജ്ഞാപിക്കുന്ന പോലെയാണ് സംസാര രീതി പോലും. അതാണ് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം. അതാണ് പൊതുസമൂഹത്തിൻ്റെ പ്രലോഭനങ്ങളിൽ, പ്രത്യേകിച്ച് ഒരു റിസോർട്ട് പണിയാൻ പോവുകയാണ്, നിങ്ങൾ ഈ കോളനി ഒഴിഞ്ഞു തരണം എന്നൊക്കെ ആവശ്യപ്പെടുമ്പോൾ ഞങ്ങൾ എവിടെ പോവും എന്നൊരു പ്രതിഷേധ സ്വരമല്ലാതെ വേറെ ഒന്നും അവരിൽ നിന്ന് ഉയരുന്നില്ല.
അപ്പോൾ അത് അവരുടെ നിഷ്കളങ്കതയെയും അവരുടെ എന്താ പറയുക ഞങ്ങളുടേതല്ലെങ്കിൽ ഞങ്ങൾ പോയേക്കാം എന്നുള്ളൊരു സത്യസന്ധതയും ഒക്കെയാണ് കാണിക്കുന്നതെന്ന് ഞാൻ കരുതുന്നു. സാറിന് എന്ത് തോന്നുന്നു? അത് കെഞ്ചിര സിനിമയിലത്തെ ഒരു ഭാഗമാണ്. ആ കോളനി മൊത്തം റിസോർട്ട് ഒരു കമ്പനി വാങ്ങിയെടുക്കുന്ന ഒരു സംഗതിയാണ്. അതിൽ ശരിക്കും മൂപ്പനെ ചാക്കിട്ട് ചാരായം വാങ്ങിച്ചു കൊടുത്ത് മൂപ്പനാണ് അവരുടെ എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കുക. അപ്പോൾ അയാളെ നെല്ലിന് കാവൽ കിടക്കുന്ന അവിടെ പോയി ഈ ഭൂ ഉടമ ചാരായമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അപ്പോൾ അങ്ങനെ അയാളെ വശത്താക്കി. അയാൾ പറഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർ പിന്നെ എതിരഭിപ്രായം ഇല്ല. അങ്ങനെയാണ് പല കോളനികളുടെയും ഭൂമി പണ്ട് ഈ മതങ്ങളും വലിയ വലിയ കൃഷിക്കാരും ഒക്കെ കൈയടക്കിയത്. അരക്ലാസ് നാടൻ വാറ്റ് കൊടുത്തിട്ട് 3 ഏക്കർ സ്ഥലം എഴുതി വാങ്ങിച്ച ആളെ എനിക്കറിയാം. ഈ മറ്റേ നമ്മൾ വാങ്ങുന്ന ചാരായല്ല, ഈ ഇവരെന്നെ ഉണ്ടാക്കുന്ന എന്തൊക്കെയോ ഇതാക്കിയിട്ട് അങ്ങനെയുള്ള അരക്ലാസ് ചാരായം കൊടുത്തിട്ട് 3 ഏക്കർ ഭൂമി എഴുതി വാങ്ങിച്ചിട്ടുണ്ട്. മുറുക്കൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഈ എണ്ണപ്പലഹാരങ്ങളും ഒക്കെ കൊടുക്കും. ഈ മുറുക്ക് അവർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ആദ്യം മുറുക്ക് വാങ്ങി ബാക്കി പൈസക്ക് മുറുക്കാൻ വാങ്ങി വെറ്റില അടക്കം വാങ്ങിച്ചിട്ട് ബാക്കി പൈസക്ക് അരി എന്ന് പറയുന്ന ഒരു രീതിയാണ് അവരെ ഒരു അതിനും കൃത്യമായ കാരണങ്ങളുണ്ട് എന്തുകൊണ്ടാണ് അവർ മുറുക്കുന്നത് എന്നുള്ളതിനും. കാരണം ഈ വിശപ്പിനെ കെടുത്താൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും അവർ സിനിമയിൽ കാണിക്കുന്നുണ്ട്. വിശപ്പുണ്ടാവില്ല. അവര് ഈ പാക്ക് അടക്ക നമ്മൾ ഉപയോഗിക്കും പോലെ അല്ല ഉപയോഗിക്കുക. അത് നല്ല മൂപ്പത്തുന്നതിന് മുമ്പിട്ട് നല്ല റൗണ്ടിൽ അത് മുറിച്ചെടുത്തിട്ട് ശർക്കരയും കൂടെ ആക്കിയിട്ട് ഇതിലിട്ട് വെക്കും. വെള്ളത്തിട്ട് തീരെ കറ ഇളകി. ഈ കറയിൽ ശർക്കരയും കൂടെ ഇട്ടിട്ട് അത് ശരിക്കും മൂപ്പിച്ച് വെയിലത്തിട്ട് ഉണക്കി കഴിഞ്ഞാൽ ഭയങ്കര കിക്കാവും. പുകയില തന്നെ വേണമെന്നില്ല, അത്ര സ്ട്രോങ് സാധനമാണ്. അതും ഈ പുകയിലയുടെ ചെറിയൊരു ഇതും കൂടെ കൊടുത്താൽ കുട്ടിക്ക് കൊടുത്താൽ പിന്നെ ഒരു 3-4 മണിക്കൂറത്തേക്ക് ആ കുട്ടി സുഖമായി ഉറങ്ങും, ശല്യം ഉണ്ടാവില്ല. അങ്ങനെയാണ് ചെറിയ പ്രായം മുതലേ ഈ കുട്ടികൾക്ക് ഈ മുറുക്കാൻ ശീലം. ഇങ്ങനെ എല്ലാത്തിനും അത് കൃത്യമായൊരു ചരിത്രമുണ്ട്, അത് സൂക്ഷ്മമായി നോക്കിയാൽ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ആൾക്കാരെ ഇവർ മിസ്യൂസ് ചെയ്യുന്നത് എല്ലാ അർത്ഥത്തിലും. ഈ കൊടകിലേക്ക് പോകുമ്പം ഒരു നിരക്ഷരനായ ആദിവാസി എത്രത്തോളം ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന് ആ സിനിമയിൽ വ്യക്തമായിട്ട് പറയുന്നത്. സെക്ഷലായിട്ടും ചൂഷണം ചെയ്യപ്പെടുന്നു, കണക്കറിയാത്തതുകൊണ്ട് അവൻ്റെ അധ്വാനം ചോർത്തിയെടുക്കുന്നു. അപ്പോൾ അതിൽ അമ്മമാർ പറയുന്നൊരു ഡയലോഗുണ്ട്, ഇതിലും ഭേദം പട്ടിണി കിടന്ന് നമ്മുടെ പിള്ളകളുടെ കൂടെ കിടക്കുന്നതാണ് നല്ലതെന്ന്. എന്നിട്ട് ഇപ്പോഴും കൊടകി പോലുള്ള ആദിവാസി മരണങ്ങൾ ധാരാളമായി നടക്കുന്നു, ഊരുകളിൽ പട്ടിണി മരണങ്ങൾ നടക്കുന്നു. അതിനെ പ്രതിരോധിക്കാൻ ഇപ്പം നമ്മളൊക്കെ സിവിലൈസ്ഡ് സൊസൈറ്റി എന്ന നിലയിൽ എന്ത് ചെയ്യാൻ കഴിയും? സാറിന് എന്ത് തോന്നുന്നു? ഇത് ഈ കൊടകിലേക്കുള്ള ഇഞ്ചി കൃഷിയും കാര്യങ്ങളെല്ലാം അതൊരു വിധേയത്വത്തിൽ പെടുത്തലാണ്. ഇത് ഞാൻ വയനാട്ടിൽ പോയി തുടങ്ങിയ കാലം മുതൽ ഞാൻ കണ്ടുവരുന്നൊരു സംഗതിയാണ്. വിശപ്പ്, ഇതിലെത്ര ആൾ വിശപ്പ് അറിയുന്നവരുണ്ടെന്ന് എനിക്കറിയില്ല. എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ ആ മേഖലയിൽ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ ആയി. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ വീട്ടുകാരെന്തോ നമ്മളെന്തോ വേറെ തീവ്രവാദിയാണെന്ന് വിചാരിച്ച് വീട്ടിൽ നിന്നൊക്കെ പുറത്താക്കി പിന്നെ ഫുൾ കൂലിപ്പണിക്കൊക്കെ പോയി ജീവിച്ചൊരു ഘട്ടം ഉണ്ടായിരുന്നു. സത്യത്തിൽ 2 ദിവസമൊക്കെ ഞാൻ ഭക്ഷണം കഴിക്കാതെ ജീവിച്ചിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് വിശപ്പറിയാം. ഉറാട്ടി നാടകം ഉണ്ടാക്കിയത് അങ്ങനെയാണ്. അതിന് ഏതൊരു മാതൃഭൂമിയായിട്ട് സൺഡേ സപ്ലിമെൻ്റ് ഫീച്ചറിന് ഉറാട്ടി അഥവാ വിശപ്പിൻ്റെ ഇതിഹാസം എന്നാണ്. വിശപ്പിൻ്റെ അതിൻ്റെ ഏറ്റവും വളരെ ഷാർപ്പായിട്ടുള്ളൊരു അവതരണമായിരുന്നു അത്. ഈ കൊടകിലേക്ക് പോകേണ്ടി വരുന്നതും ഒരു വീട്ടിൽ നമ്മുടെ തന്നെ കുട്ടി വിശന്ന് നിരന്തരം കരഞ്ഞും നിലവിളിച്ചും നിൽക്കുമ്പോൾ നമുക്കൊരു കയ്യിലൊരു ഉറുപ്പില്ലെങ്കിൽ അപ്പോൾ നമ്മളറിയാതെ ഞാനായാലോ എൻ്റെ ഭാര്യ ആയാലോ തൊട്ടടുത്ത ഒരു കാശിയാൻ്റെ അടുത്ത് പോയി ഒരു 100 ഉറുപ്പ്യ കടം വാങ്ങും. കടം വാങ്ങിയാൽ കെണിഞ്ഞു. ഇതാണ് അതിൻ്റെ പ്രശ്നം. ഇപ്പോൾ ഒരു 1000 ഉറുപ്പ്യ അവർ വേഗം എടുത്ത് കൊടുക്കും. 1000 ഉറുപ്പ്യ അഡ്വാൻസ് തന്നെ എന്ന് പറഞ്ഞാൽ അപ്പോൾ 1000 ഉറുപ്പ്യ കൊടുക്കും. പിന്നെ അഡ്വാൻസ് വാങ്ങിയാൽ പിന്നെ കുടയിലേക്ക് ഈ ഇഞ്ചി കൃഷിക്ക് പോകാതിരിക്കാൻ യാതൊരു നിർവാഹമില്ല. പിന്നെ അവിടുത്തെ കണക്ക് ഭയങ്കര രസമാണ്. ഈ കിടക്കാൻ ഒരു ചെറിയ പുൽപ്പായയിൽ 2-3 ആൾ കിടക്കുക, 2 ആളും കിടക്കേണ്ടി വരുന്നു. അതിനൊരു വാടകയുണ്ട്. സോപ്പിന് വാടക പൈസ, എണ്ണ, അതുപോലെ അവർ മുറുക്കുന്നവരാണെങ്കിൽ ആ മുറുക്ക് വാങ്ങിച്ചു കൊണ്ടുവന്ന് കൊടുത്താൽ അതിൻ്റെ പൈസ, അവസാനം കൂലി സമം ഈ ചിലവ് സമം എല്ലാം സമാസമാക്കി ചില്ലറ പൈസ ബാക്കിയുണ്ടാവും. ഈ 2000 ഉറുപ്പ്യ വാങ്ങിയാൽ തന്നെ ഒരു കൊല്ലം കൊണ്ട് ചിലപ്പോൾ അവർ കൊടുത്തു തീർക്കാൻ പറ്റില്ല. കാരണം പല കണക്കിൽ ഇയാൾ തന്നെ ഈ കണക്ക് കള്ളക്കണക്കാക്കിയിട്ട് ഈ പൈസ തിരിച്ചു പിടിക്കും. ഇത് സ്ഥിരം നടക്കുന്ന സംഗതികളാണ്. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. നമ്മുടെ സാറിൻ്റെ ഈ സിനിമ കണ്ടപ്പം എനിക്ക് 2-3 വായിച്ച നോവലുകളെ ഓർമ്മ വന്നു.
ഒന്ന് മാവേലി മണ്ഡലത്തിലെ അവർ സ്വപ്നം കാണുന്ന ഒരു മാവേലി നാട്, അതായത് അവസാനം എല്ലാം നഷ്ടപ്പെട്ട്, ഭർത്താവായ കണ്ണനെ നഷ്ടപ്പെട്ട്, അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട്, കെഞ്ചിറയും മകനും കബനിപ്പുഴ കടന്ന് നമ്മുടെ കാളന്തി കടന്ന് പോവുകയാണ്. അപ്പോൾ ആ കലങ്ങിയ വെള്ളത്തിലും അവൾക്ക് തെളിഞ്ഞ ഒരു മനസ്സോടെ അവൾ ആഗ്രഹിക്കുകയാണ്, എൻ്റെ മകനെ ഞാൻ പഠിപ്പിച്ച് വലിയ ആളാക്കും, നല്ല ഒരു എന്താ പറയുക ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തൊരു സമൂഹത്തിൽ ഞാൻ അവനെ വളർത്തി വലിയ ആളാക്കും എന്ന്. അങ്ങനെ ഒരു മാവേലി മന്നം തിരിച്ചു വരുമോ എന്നൊരു പ്രതീക്ഷ ഇപ്പോഴത്തെ ആദിവാസി വിഭാഗത്തിനുണ്ടോ എന്ന് എനിക്കറിയില്ല. അതോടൊപ്പം ഒരു കാര്യം കൂടി പറയാനുള്ളത്, അതേ സന്ദർഭത്തിൽ വേറൊരു കാര്യം കൂടി ഞാൻ ഓർത്തത്, ആ മൂപ്പൻ്റെ ഡെഡ് ബോഡി അടക്കാൻ നിവൃത്തിയില്ലാതെ കാളന്തിയിലെ കബനിയിലേക്ക് ഒഴുക്കി വിടുമ്പോൾ നമ്മുടെ പി കേശവദേവ് എഴുതിയ തോട്ടിയുടെ മകൻ ആയി ജനിച്ച ആൾ ക്രിസ്തുമതം വരെ സ്വീകരിക്കുന്നുണ്ട് അപ്പനെ അടക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അതും അവിടെയും സാധ്യമല്ലാതെ അപ്പനെ വലിയൊരു കല്ല് കുത്തി വയറ് ഒടുവിലേക്ക് വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. ആ സന്ദർഭമാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പം നമ്മുടെ ചിദംബര സ്മരണകളിൽ ബാലേന്ദ്രൻ ചുള്ളിക്കാട് പറയുന്നുണ്ട്, വിശപ്പാണ് ലോകത്തിലെ ഏറ്റവും വലിയ സത്യമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു, ലോകത്തിൽ അതിനപ്പുറം വേറൊരു സത്യമില്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു എന്ന്. സാറിന് അത് തന്നെയാണ്, ഇങ്ങനെയൊരു തോന്നൽ തന്നെയാണോ സാറിനെ ഈ സിനിമ നിർമ്മിക്കാൻ പ്രേരിപ്പിച്ചത്? അതെ, അല്ലാതെ ഈ വിശപ്പാണ്, അത് ഇതിൻ്റെ ഓരോ കാലത്തെ വിശപ്പാണ് ഇപ്പോൾ ടീച്ചർ പറഞ്ഞത്. ഓരോ കാലത്തെ ഓരോ കാലഘട്ടത്തിൽ തയ്യാറാക്കിയ പുസ്തകങ്ങളല്ലേ, അതാത് കാലത്തെ വിശപ്പിൻ്റെ ഒരവസ്ഥയാണ് അതിൽ ചിത്രീകരിച്ചത്. അത് ഏത് കാലത്തും ഒരേ പ്രശ്നം തന്നെയാണ്, അത് ഭൂമിയിൽ തുടങ്ങുന്നൊരു സംഗതിയാണ്. അതുകൊണ്ടാണ് അവിടെ ശവം അടക്കാൻ പറ്റാത്ത പ്രശ്നം, അത് എത്രയോ കാലം മുമ്പ് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു. അതിനുശേഷം വീണ്ടും ഇത് വന്നു. ഇപ്പോഴും ഇതേ പ്രശ്നം തന്നെയാണുള്ളത്, ഈ ഭൂമിയില്ലായ്മയുടെ പ്രശ്നം. കാരണം ഫോറസ്റ്റ് ഗവൺമെൻറ്റിൻ്റെതാണ്. ഈ സിനിമയിലെ ലാസ്റ്റ് അപ്പൻ്റെ ബോഡി പുഴയിലെടുക്കുമ്പോൾ വേറെ സ്ഥലമില്ല അവർക്ക്. കാരണം ഒരു സൈഡ് റിസർവ്ഡ് ഫോറസ്റ്റാണ്, മറ്റേ സൈഡ് അവർ ഈ റിസോർട്ടുകാർ കൈയടക്കിയിട്ടുള്ള സ്വകാര്യ വലിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, അവിടെയാണ്. മറ്റേ സ്ഥലത്ത് പോലീസുകാർ കാവലാണ്, നടുവിൽ ഈ പുഴയാണ്. ഈ മൂപ്പൻ്റെ ബോഡി മറവ് ചെയ്യാൻ അവർക്ക് സ്ഥലമില്ല. അവസാനം അതിലേക്കങ്ങ് വെള്ളത്തിലേക്ക് ഇടുകയാണ്. ഇത് ഓരോ കാലത്തെയും പ്രശ്നമാണ്. അതിൻ്റെ എനിക്ക് ഇപ്പോൾ ഇത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നൊരു സംഗതി, ഈ ഉറാട്ടി നാടകം ഡൽഹിയിലാണെന്ന് തോന്നുന്നു, കളിക്കുന്ന സമയത്ത് ചർച്ച ചെയ്ത സമയത്ത് ഒരു വലിയൊരു അക്കാഡമിക് ഇതിലുള്ള രാംഗോപാൽ ബജാജ് ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, NSDൻ്റെ ഡയറക്ടർ, ആരൊരാൾ പറഞ്ഞത്, വിശപ്പ് ഒരുപാട് കാലമായി നമ്മൾ കേൾക്കുന്നു, കാണുന്നു, പുതിയ വിഷയം ഇവരെ വെച്ചിട്ട് സാറിന് തിയേറ്റർ ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞു, നമുക്ക് ഈ തിയേറ്ററോ അതിലത്തെ ഒരു പരീക്ഷണമോ അല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം. ഇത് നമ്മൾ അടിസ്ഥാന പ്രശ്നമാണ്. ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടതിന് ശേഷം നമ്മൾ അടുത്ത വിഷയത്തിലേക്ക് കടക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് നാടകമോ സിനിമയോ അല്ല വിഷയം. ഒരു വിഷയത്തെ, നമ്മുടെ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ പൊതുസമൂഹത്തിൻ്റെ കൂടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് വിഷയം. അപ്പോൾ ഓരോരോ വിഭാഗത്തിനും ആ പ്രശ്നങ്ങൾ ഒരു പരിധിവരെയെങ്കിലും പരിഹരിക്കപ്പെട്ട് വന്നിട്ടുണ്ട്. ആദിവാസി മേഖലയിൽ ഇപ്പോഴും ആ പ്രശ്നം വളരെ നീറുന്ന പ്രശ്നമായി തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതിൽ കാര്യം. ഓഡിയൻസിന് ചോദ്യങ്ങൾ ചോദിക്കാവുന്ന സമയമാണ്. ചർച്ചകൾക്കായിട്ട് ഈ അവസരം വിനിയോഗിക്കുക. ഈ ഒരു ഫിലിം അല്ലെങ്കിൽ ഡോക്യുമെൻ്ററി എന്തായാലും അതിൻ്റെ ഇതുപോലത്തെ ഈ സമാനമായ വർക്കുകൾ ഇന്നിപ്പോൾ പുതിയതായിട്ട് വരുന്നുണ്ടോ? ഇതിന് ശേഷം ഇതുപോലുള്ള പ്രമേയങ്ങൾ ഇതിവൃത്തമായിട്ട് ഇനിയും പുതിയ എന്തെങ്കിലും പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നടക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പശ്ചാത്തലം കൂടി ഒന്ന് വിവരിച്ചാൽ. തമാശ, മലയാളത്തിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഇത്തരം സിനിമകൾ ഇപ്പം പ്രത്യേകിച്ച് കെഞ്ചിരയുടെ ഒരു പശ്ചാത്തലത്തിൽ, കെഞ്ചിര ഒരുപാട് ലോക രാജ്യങ്ങളിലൊക്കെ അത് അവതരിപ്പിച്ചിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു ദുരന്തം ഇപ്പോഴും ആ സിനിമ ഈ കാണേണ്ടവരെ കാണിക്കാൻ നമുക്ക് പറ്റിയില്ല. ആ സിനിമ കാണുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഈ വിഭാഗത്തിന് ഭയങ്കരമായൊരു കോൺഫിഡൻസും ഒരു ധൈര്യമൊക്കെ കിട്ടുന്ന ഒരു പ്രത്യേകതയാണ്. അതിൻ്റെ ചില ഇൻ്റർവ്യൂവിൽ മൂപ്പനൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മളെല്ലാം മോഹൻലാലിനെയും മമ്മൂട്ടിനൊക്കെ ഇങ്ങനെ കണ്ടതേ ഉള്ളൂ, ഉമ്മക്കും ഇതെല്ലാം പറ്റുന്നു ഇപ്പോഴാണ് മനസ്സിലായത് എന്ന് പറഞ്ഞ ഒരു സംഗതി. ഇത് കാണുന്ന ആളുകൾക്കും ആ സംഗതികളുണ്ടാവും. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോൾ ഈ ക്രിസ്താസ് ആയിക്കോട്ടെ,
ഇനി ട്രൈബൽ ഡിപ്പാർട്ട്മെൻ്റ് ആയിക്കോട്ടെ, ഞാൻ ഇവരെയൊക്കെ സമീപിച്ചിരുന്നു. ഈ കോളനികളിലെങ്കിൽ ഇത് കാണിക്കാനുള്ളൊരു ചെറിയൊരു ഫണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ പറ്റുകയാണ് നമ്മളിത് കാണിക്കാമെന്ന്. ഒരാൾക്കും തോന്നിയിട്ടില്ല, ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തോന്നിയിട്ടില്ല. കാരണം അവർക്ക് തോന്നില്ല, അത് ഇങ്ങനെയുള്ള ചില ആഘോഷങ്ങൾ ഉണ്ടാക്കി തീർക്കാനേ അവർക്ക് നടക്കൂ. അത് ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഒരു പ്രശ്നമാണ്, ആരെയും കുറ്റമല്ല. ആ സിനിമ കാണിക്കാൻ പറ്റിയിട്ടില്ല. തിയേറ്റർ റിലീസ് ചെയ്യണമെങ്കിൽ ഏകദേശം ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ മിനിമം അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റൊക്കെ ആവണമെങ്കിൽ തന്നെ ഒരു 10-50 ലക്ഷം രൂപ വേണം. അതിൻ്റെ കട ഇപ്പോഴും തീർന്നിട്ടില്ല, ആ സിനിമ ഉണ്ടാക്കിയതിൻ്റെ. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഒരുപാട് സിനിമകൾ അതിന് ശേഷം ഉണ്ടായി. അത് പലതും ആരാണ് എന്താണ് ഈ ജനവിഭാഗം എന്ന് പോലും അറിയാതെ അങ്ങ് മല കയറുകയാണ്. എന്നിട്ട് അത് വളരെ ആയിട്ടൊരു തരത്തിലൊരു പ്രശ്നത്തിൽ അഡ്രസ് ചെയ്യാത്ത പല സിനിമകളും ഉണ്ടായിട്ടുണ്ട്. അത് നമുക്കതിനൊന്നും ചെയ്യാൻ പറ്റില്ല, ഒരാൾക്കും ചെയ്യാമല്ലോ. പക്ഷേ ഞാൻ കെഞ്ചിരിയിലൂടെ ചെയ്ത എൻ്റെ ഒരു 10-23 വർഷത്തെ എക്സ്പീരിയൻസാണ് ഞാനതിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത്. പുതിയ പടമൊന്നും ആലോചിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഒന്ന് റെഡിയായി വരണമെങ്കിൽ, അതിൻ്റെ ഫണ്ടൊക്കെ സ്വരൂപിച്ച് വരണമെങ്കിൽ വലിയ പണിയാണ്. അപ്പോൾ 1-2 കമേഴ്ഷ്യൽ സിനിമ എഗ്രിമെൻ്റ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ കാശൊക്കെ കിട്ടി കടമൊക്കെ തീർന്നാൽ നമുക്ക് പുതിയ കട എടുത്തിട്ട് പുതിയ സിനിമ, നല്ല സിനിമ ഉണ്ടാക്കാം. വേറെ നിർവാഹമില്ല. ഓഡിയൻസിന് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അല്ലല്ല, അത് 2003-ലാണ്. പക്ഷെ അത് എഴുതിയത് സാർ തന്നെ നാടകം എഴുതിയത്? അതെ, എനിക്ക് അത്രയൊന്നും വയസ്സായിട്ടില്ല കേട്ടോ. മുത്തങ്ങ സമരത്തിന് ശേഷമാണോ ചെയ്തത്? 2003-ലായിരുന്നു മുത്തങ്ങ സമരം, അതിന് ശേഷമാണോ? മുത്തങ്ങ സമരമൊക്കെ നടക്കുമ്പോൾ ഞാൻ മുത്തങ്ങയിലുണ്ട്. അതിന് ശേഷമാണ് ആ നാടകം വിചാരിച്ച് കുറച്ച് മുമ്പേല. എന്നാലും ആ ഉറാട്ടിന്ന് കെഞ്ചിരയിലേക്ക് എത്തുമ്പോഴുള്ള സാഹചര്യം മാറിയിട്ടുണ്ടല്ലോ, അതിനെക്കുറിച്ചൊന്ന് പറയാം. പിന്നെ ഒരു കാര്യം കൂടി, പിന്നെ ഇപ്പം ഇത് പണിയ സമുദായത്തിനെ കുറിച്ചാണല്ലോ 2 ഇത് വരുന്നത്, നാടകമായാലും സിനിമയായാലും. ഇപ്പോൾ പണിയ സമുദായത്തിൻ്റെ ചില സംഘടനകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എങ്ങനെയെങ്കിലും പ്രദർശിപ്പിക്കാനുള്ള ശ്രമം നടത്താൻ പറ്റുമോ? ഇല്ല, അല്ലല്ലേ, പിന്നെ ഈ പണിയ വിഭാഗത്തിന് അതിൽ മെയിൻ, ഞാൻ ആ മുത്തങ്ങയിലെ തെരുവ് നാടകം കളിക്കുമ്പോഴും അത് തന്നെയായിരുന്നു നമ്മൾ പണിയ ഭാഷ തന്നെ ഉപയോഗിച്ചത്. കാരണം ജനസംഖ്യ കൊണ്ട് ഏറ്റവും കൂടുതൽ പണി വിഭാഗമാണ്. മറ്റ് ആദിവാസി വിഭാഗങ്ങളെ വെച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ അംഗസംഖ്യ ഉള്ളത് പണിയരാണ്. അതോടൊപ്പം പൊതുസമൂഹമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്തിടപഴകുന്നതും പണി വിഭാഗമാണ്. കാരണം അവർ കൃഷിപ്പണി അങ്ങനെയൊക്കെയാണ് അവരുടെ ഒരു അതിൻ്റെ ഇത്തരം പൊതുസമൂഹമായിട്ട് ഏറ്റവും അടുത്തിടപഴകുന്ന ഇതേ വിഭാഗമാണ് ആദിവാസികളിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്നത്. ഏറ്റവും അരാജകത്വവും പട്ടിണിയും എല്ലാ ബുദ്ധിമുട്ടുകളും കൂടുതലുള്ളത് ഈ പണി വിഭാഗത്തിനാണ്. അതുകൊണ്ടാണ് ഈ വിഭാഗത്തിനെ തന്നെ അതിൽ. പിന്നീട് അതിനിടയിൽ നമ്മളൊരു പട്ടിണി വരണമെന്ന് പറഞ്ഞിട്ടൊരു നാടകം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ ബസ് സ്റ്റാൻഡുകളിലൊക്കെ കളിച്ച് പോയിട്ടുണ്ടായിരുന്നു. അത് കേരളത്തിലൊരു പട്ടിണി മരണം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. വലിയൊരു പട്ടിണി മരണം ഇപ്പോഴും ഇല്ലേ? അട്ടപ്പാടിയിലൊക്കെ എത്ര പേര് മരിച്ചു, എത്ര കുഞ്ഞുങ്ങൾ? വലിയ ഇഷ്യൂ ആയിരുന്നു അത്. എന്നിട്ട് അതങ്ങനെ നാടകം കളിക്കാൻ തോന്നിയത് അന്ന് നമ്മൾ ഉറാട്ടിയുടെ റിഹേഴ്സൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. റിഹേഴ്സൽ വെച്ചാൽ നമ്മളൊരു കമ്പളക്കാടാണ്, അവിടെ പിന്നെ കമ്പളക്കാടൊരു UP സ്കൂളുണ്ട്, അവിടെ വെച്ചിട്ടാണ് റിഹേഴ്സൽ നടത്തിയത്. നമ്മൾ പൈസ ഒക്കെ പിരിച്ച് കപ്പ അവലൊക്കെ വാങ്ങിച്ച് വൈകുന്നേരങ്ങളിൽ ഇതൊക്കെ വെച്ചിട്ട് അങ്ങനെ അത്. കാരണം സ്ക്രിപ്റ്റ് കൃത്യമായി ഡയലോഗ് എഴുതി പഠിപ്പിച്ചിട്ടൊന്നും പഠിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഇംപ്രൂവൈസ് ചെയ്ത് കുറേ സമയം പിടിക്കും. പലരും നാടകം കാണാത്ത ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതങ്ങനെ ഒരു വലിയ പ്രോസസ്സാണ്. ഇതിനിടയിലാണ് ഈ പട്ടിണി വേണമെന്ന് പറഞ്ഞിട്ട് വലിയൊരു ഇഷ്യൂ. അപ്പോൾ ഗവൺമെൻറ് പറഞ്ഞത് പട്ടിണി കൊണ്ടൊന്നും ആരും മരിച്ചിട്ടില്ല, അത് അവരുടെ ശുചിത്വമില്ലായ്മയും മദ്യപാനവും കൊണ്ടാണ് മരിച്ചതെന്നുള്ളതാണ് ഗവൺമെൻറ് അന്ന് അതിന് മറുപടിയായിട്ട് പറഞ്ഞത്. അപ്പോൾ സത്യത്തിൽ നമ്മൾ ഉറാട്ടീൻ്റെ റിഹേഴ്സൽ നടക്കുമ്പോൾ ഒരു മുത്തശ്ശി വരാറുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവരെ കണ്ടില്ല. അപ്പോൾ റിഹേഴ്സലിന് നാടകത്തിൽ 26 ആളേ ഉള്ളൂ, പക്ഷെ ഒരു 100-100 ആൾ മിനിമം ഈ റിഹേഴ്സൽ സ്ഥലത്തുണ്ടാവും. അതെന്താണെന്ന് വെച്ചാൽ ഈ അവല് ശർക്കര ഇട്ട് കുഴച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇതുണ്ടാക്കും, കട്ടൻ കാപ്പി വെക്കും, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇതിനാണ് പലരും വരുന്നത്. ഈ മുത്തശ്ശി അങ്ങനെയാണ് വരിക. പക്ഷേ മുത്തശ്ശി 2 ദിവസം കാണാതായപ്പോൾ ഞാനവിടെ പോയി. അപ്പോൾ അവർക്ക് പിന്നെ ഞാൻ സിനിമയിലും അത് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, സുഖമില്ല, കിടക്കുകയാണ്. അപ്പോൾ അവർക്ക് വയറ്റിളക്കാണ്. ഈ വയറ്റിളക്കത്തിൻ്റെ ഒരു പ്രശ്നം നിങ്ങൾ കഴിഞ്ഞ സെഷനിൽ അത് നിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അവിടെ ഉണ്ടാകുന്ന ഏറ്റവും ഭീകരമായ ഒരവസ്ഥയാണത്. എന്താ സംഗതി വെച്ചാൽ ഈ കളിമണ്ണ്
ഈ പുറ്റിൻ്റെ മണ്ണ് കിളച്ച് കൊണ്ടുവന്ന് അവരത് മണ്ണപ്പം അല്ലേ? മണ്ണപ്പം അത് ഇടിച്ച് കുഴച്ച് ചെറിയ ഉണ്ടയാക്കി ഈ തീയിലിട്ടിട്ട് അത് ചുട്ടെടുക്കും. അതും കട്ടൻ ചായയും കഴിക്കും. അതൊരു ചെറിയ കുട്ടികളും ഈ പ്രായമുള്ളവരാണ് ഇത് കൂടുതൽ കഴിക്കുക. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇവരായിരിക്കും എപ്പോഴും വീട്ടിലുണ്ടാവുക. ബാക്കിയുള്ളവരൊന്നും വിറക് വെട്ടാനോ എന്തെങ്കിലും ആയിട്ട് പുറത്തവിടെ പണി അന്വേഷിച്ചിട്ടൊക്കെ പോകും. ഈ പ്രായം ചെന്ന ആൾക്കാർ ചെറിയ കുട്ടികളെ വീട്ടിലുണ്ട്. ഇവർ രണ്ടാളാണ് ഇതിൻ്റെ ഇരകൾ. ഇത് ഈ ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പശിമയുള്ള സംഗതിയായിരിക്കും. ഇത് കുടലിങ്ങനെ ഒട്ടിപ്പടിച്ച് കിടക്കും. ഇത് ദഹിക്കില്ല. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ, ഞാൻ എൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായി നോക്കിയപ്പോൾ, ഞാൻ സ്റ്റഡി ചെയ്തപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ഇത് വയറ്റിൽ തന്നെ ഒരു കനം തൂങ്ങുന്നാണ് പറയുന്നത്. അപ്പോൾ ശരീരം തന്നെ ഓട്ടോമാറ്റിക്കായി ഇതിനെ പുറന്തള്ളാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് ഈ വയറ്റിളക്കം. അതോടുകൂടി ഈ ചെളി മാത്രമല്ല പോവുക, ഈ വയറ് തന്നെ ദ്രവിച്ച് ഇല്ലാണ്ടാവുന്നത്. അതിന് ട്രീറ്റ്മെൻറ്റ് ഇല്ല. അപ്പോൾ ഈ അവസ്ഥ മുത്തശ്ശിക്കുണ്ടായി. പിന്നെ മാത്രമല്ല അവരെ ഒരാൾ ആശുപത്രിയിൽ കൊണ്ടുപോയില്ല, ഒരു ഓട്ടോറിക്ഷ വരില്ല, ജീപ്പുകാരൻ വരില്ല. കാരണം സഹിക്കാൻ പറ്റാത്ത ദുർഗന്ധമായിരിക്കും. അവസാനം നമ്മളൊരു പായൊക്കെ എടുത്ത് ഇതിൽ കെട്ടി അവസാനം കമ്പളക്കാട് നമ്മളൊരു കുട്ടൻ്റെ ഓട്ടോറിക്ഷ വിളിച്ച് പ്ലാസ്റ്റിക് കവർ ആദ്യം വിരിച്ചിട്ടൊക്കെയാണ് ആശുപത്രി കൊണ്ടുപോയി. 2 ദിവസം കൊണ്ട് ആൾക്കാർ ഇത് സ്ഥിരം ഇതൊരു സംഗതി മാത്രമല്ല, മരിച്ചു. ഇത് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് പലരും മരിക്കുന്നത്. ആ മരണം പട്ടിണി മരണമാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ നമ്മളെന്ത് വെച്ചാൽ ഉറാട്ടി നാടകത്തിൻ്റെ റിഹേഴ്സൽ അവിടെ നിർത്തിവെച്ച് ഈ പട്ടിണി മരണത്തിൻ്റെ ഒരു നാടകം ഉണ്ടാക്കി. 3 ആക്ടേഴ്സ്, പിന്നെ 2 ആൾക്കാർ തുടിയും, ഒരാൾ ചീനിയും, പിന്നെ ഞാനും. നമ്മളങ്ങനെ കേരളം മൊത്തം എന്താണ് ഈ പട്ടിണി മരണത്തിൻ്റെ യാഥാർത്ഥ്യം എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഏകദേശം ഒരു 2,000-3,000 സ്ഥലത്ത് കളിച്ചിട്ടുണ്ടാവും. കോഴിക്കോടൊക്കെ പല സ്ഥലത്തും കളിച്ചിട്ടുണ്ട്. ഓരോ ബസ് സ്റ്റാൻഡിലിറങ്ങും കളിക്കും. നമ്മളൊരു 2 സ്ത്രീകളും ബാക്കി 5 ആണ്. എല്ലാം കുടുംബക്കാരനെയാണ്. ഞാൻ മാത്രമേ കുടുംബത്തിന് പുറത്തുള്ളൂ. നമ്മളെല്ലാവരും മൊത്തത്തിലൊരു തുണി വിരിക്കും. എല്ലാവരും കൂടെ ചെറിയ കുട്ടിയുണ്ട്, അതിലൊരു കുട്ടിയുണ്ട് ക്യാരക്ടർ. അതിൽ ആ കണ്ണനായിട്ട് അഭിനയിച്ചവൻ അന്ന് 3ാം ക്ലാസ് പഠിക്കുകയാണ്. അപ്പോൾ അവനതിലത്തെ ഒരു ക്യാരക്ടറാണ് ഈ കുട്ടിയായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്നിച്ച് കിടക്കും. രാവിലെ ബസ് സ്റ്റാൻഡൊക്കെ ഓണാവുന്നതിന് ഉൾപ്പെട്ട് നമ്മൾ ബാത്റൂം പോലും കാര്യങ്ങളൊക്കെ തീർത്ത് നമ്മൾ വീണ്ടും കളി. അങ്ങനെ മൊത്തം കേരളം അങ്ങോളം ഇങ്ങോളം കളിച്ചിട്ടൊരു നാടായിരുന്നു. അപ്പോൾ ഈ പണിയ വിഭാഗം ആണ് ഈ ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ അനുഭവിക്കുന്നത്. പിന്നെ ഉറാട്ടിയിൽ നിന്ന് കെഞ്ചേരിയിലേക്ക് എത്തുമ്പോൾ ഉണ്ടായ ഒരു കാര്യമായൊരു ചേഞ്ച് എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ പണ്ട് കുട്ടികൾ സ്കൂളിൽ പോക്ക് വളരെ കുറവാണ്, കൊഴിഞ്ഞു പോക്ക് വളരെ കൂടുതലാണ്. പക്ഷേ ഇന്നത് കുറേയെല്ലാം കുറഞ്ഞു വന്നിട്ടുണ്ട്. കുട്ടികളെല്ലാവരും സ്കൂളിൽ പോകുന്നു ഒരു പരിധിവരെയെങ്കിലും. അതൊരു വലിയ നേട്ടമായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാം അപ്പുറത്തേക്ക് ഈ ഒരു കുട്ടികൾക്കുള്ള ഒരു വല്ലാത്ത ഒരു അപകർഷതാബോധവും പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങൾ പണ്ടത്തെക്കാളും ഇപ്പോൾ കൂടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പൊതുസമൂഹമായിട്ട് എത്രത്തോളം ഇടപഴകുന്നു അത്രത്തോളം ഈ ഒരു പ്രശ്നം കൂടുതലാണ് അവർക്ക്. അവരെ ലോകമായി എന്നുള്ള വേറൊരു തരത്തിലാണ് ലൈഫ്. ഇപ്പം അത് ഈ മിക്സായി വരുമ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ മാനസികമായിട്ട്. ഇപ്പോൾ മുമ്പ് ആത്മഹത്യയിൽ വളരെ കുറവാണ്. ഈ ട്രൈബൽസിനിടയിൽ ആത്മഹത്യ വളരെ വളരെ കുറവാണ്. പക്ഷേ ഇന്ന് അവർക്കിടയിൽ ആത്മഹത്യ വളരെ കൂടുതലാണ്. അതൊക്കെ ഈ ഒരു ഇതിൻ്റെ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പണിയ വിഭാഗത്തിലെ ആദിവാസികളിലെ വയനാട്ടിൽ തന്നെയല്ല കേരളത്തിലെ ഏറ്റവും കൂടുതലുള്ള പണിയ വിഭാഗങ്ങളിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും വളരെ സൂക്ഷ്മ അംശങ്ങളിലൂടെ ഒപ്പിയെടുത്ത ശ്രീ മനോജ് ഖാനെ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം ഈ പരിപാടിയിൽ മോഡറേറ്ററായി എന്നെ ക്ഷണിച്ച കീർത്താഡ്സിനുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു.